ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻ്റലിജൻസ് ബ്യൂറോ IBയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുന്നേ വന്നതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങളെ അറിയിച്ചതാണ്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ വീഡിയോ ചെയ്തതാണ്. ഒരുപാട് പേര് അപ്ലൈ ചെയ്ത റിക്രൂട്ട്മെൻറ്റാണ്. അപ്പോൾ ഫൈനലായിട്ട് അതിൻ്റെ അഡ്മിറ്റ് കാർഡ്, എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. നമുക്കറിയാം, അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫൈനലായിട്ട് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ക്വാളിഫിക്കേഷൻ അറിയാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ലെവൽ 7 പേ സ്കെയിലാണ്. 1,42,400 വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റായിരുന്നു. മൊത്തം 995 ഒഴിവായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഏജ് ലിമിറ്റ് 18 മുതൽ 27 ആയിരുന്നു. പിന്നെ SC/ST OBCക്കാർക്ക് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം, കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ കിട്ടിയ ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിലെല്ലാം എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ കേരളത്തിലെ സെൻറ്റർ വെച്ചവർക്ക് കേരളത്തിൽ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഫൈനലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ സെൻറ്റർ കൊടുത്തവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എക്സാം എഴുതാൻ പറ്റുന്നൊരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു IBയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 എക്സാമാണ്. ടയർ 1 എക്സാമിന് 1 മണിക്കൂർ ടൈം, 100 മാർക്കിന് ക്വസ്റ്റ്യൻസ്. പിന്നെ ടയർ 2ന് വരുന്നത് 1 മണിക്കൂർ തന്നെയാണ്, 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ടയർ 3 ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷനൊക്കെ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയത് 25/11/2023 മുതൽ 15/12/2023 വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ കയറി ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നിങ്ങളുടെ യൂസർ ID, നിങ്ങൾക്ക് യൂസർ ID ഓർമ്മയുണ്ടാവും. ആ ഒരു യൂസർ ID ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. യൂസർ ID അടിക്കുക. അതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, ഫോർഗോട്ട് യൂസർ ID ഓർ പാസ്വേഡ്, ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ പാസ്വേഡ് മറന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. പാസ്വേഡ് മറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ പാസ്വേഡിൻ്റെ അവിടെ പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഈ കാണുന്ന ക്യാപ്ച, നിങ്ങളുടെ ഫോണിൽ വ്യത്യസ്തമായ ക്യാപ്ച ആയിരിക്കും. ആ ഒരു ക്യാപ്ച അടിച്ച് ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ലോഗിൻ ബട്ടൺ കൊടുക്കുക. നേരെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഓപ്ഷൻ വരും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നമുക്ക് എക്സാമിന് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെ വെച്ചാണ് എക്സാം, എന്നാണ് എക്സാം ഡേറ്റ്, പിന്നെ ടൈം കറക്റ്റായിട്ട് അഡ്മിറ്റ് കാർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അഡ്മിറ്റ് കാർഡ് കിട്ടി എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിനേഷൻ ടൈമും ഡേറ്റും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവർക്ക് അതൊരു വലിയൊരു കാര്യമായിരിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.